നമ്മളെ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയിൽ. അതും ഡു ആണോ, ഡിഡ് ആണോ, ഡസ് ആണോ, ഇനി ഹാവ് ആണോ, ആണോ ചോദിക്കേണ്ടത്, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു വെച്ച് എപ്പോഴൊക്കെയാണ് ചോദ്യം ചോദിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചില എക്സാമ്പിൾസ് മലയാളത്തിൽ ചില സിറ്റുവേഷൻസ് ഞാൻ പറയും. ആ സിറ്റുവേഷൻസ് പൊതുവേ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ചില കോണ്ടെക്സ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് എങ്ങനെ നമുക്ക് ഡു വെച്ച് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡു എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ച് എപ്പോഴാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യേണ്ടതെന്നാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അവിടെയാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡു യൂസ് ചെയ്യും. അത് നമ്മൾ ഹാബിറ്റ്സ്, റുട്ടീൻസ്, ഫാക്ട്സ്, അതായത് യൂണിവേഴ്സൽ ട്രൂത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് പൊതുവെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നോക്കിയാലോ. സിറ്റുവേഷൻസും എക്സാമ്പിൾസിലേക്കും കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഡു വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചറാണ് ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സിറ്റുവേഷൻസ് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, നിനക്ക് ചായ ഇഷ്ടമാണോ? നിനക്ക് ചായ ഇഷ്ടമാണോ? ഇത് നമ്മൾ പൊതുവേ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നിനക്ക് ചായ ഇഷ്ടമാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നമ്മൾക്കൊരു ചോദ്യമായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടി വന്നാൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഡു യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റും? ഡു യു ലൈക്ക് ടീ? എങ്ങനെ ചോദിക്കാം? ഡു യു ലൈക്ക് ടീ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവർ ക്രിക്കറ്റ് കളിക്കുമോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? Do they play cricket? Do they play cricket? This is how we can ask the question. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. നമ്മൾക്ക് കൂടുതൽ സമയം വേണം. ഇപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണ്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ടീംമേറ്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കണം എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡു വി നീഡ് മോർ ടൈം? ഡു വി നീഡ് മോർ ടൈം? ഇനി കുറച്ച് കൂടുതൽ എക്സാമ്പിൾ സിറ്റുവേഷൻസ് നോക്കാം കേട്ടോ. നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? മറ്റൊരു സിറ്റുവേഷൻ, നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? ഇനി വേറൊരു സിറ്റുവേഷൻ, അവർ അവധി ദിവസങ്ങളിൽ സിനിമ കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? അവർ അവധി ദിവസങ്ങളിൽ സിനിമ കാണാറുണ്ടോ? ഡു ദേ വാച്ച് മൂവീസ് ഓൺ വീക്കെൻഡ്സ്? ഇങ്ങനെ ചോദിക്കട്ടെ. അപ്പോൾ വീക്കെൻഡ്സ് പറയുമ്പോൾ മിക്കപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് പലരും ഇൻ വീക്കെൻഡ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അറ്റ് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഓൺ വീക്കെൻഡ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇനി വേറൊരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ? നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡു വി ഹാവ് ക്ലാസ് ടുമോറോ? ഡു വി ഹാവ് ക്ലാസ് ടുമോറോ? ഇവിടെ ഈ ടുമോറോ എന്നൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ മലയാളികൾ ടി എന്ന് പറയുന്ന വാക്കിനെ ഒരു ടാ സൗണ്ടിലാണ് മിക്കപ്പോഴും സംസാരിക്കാറുള്ളത്. ടുമോറോയ്ക്ക് നമ്മൾ ടുമോറോ, ടുഡേക്ക് നമ്മൾ ടുഡേ, ടൗണിന് നമ്മൾ ടൗൺ, ഇങ്ങനെയാണ് പറയുക. ഒരു ടാ സൗണ്ടാ വരാം അല്ലേ. അതൊന്ന് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഒരു ടാ സൗണ്ട് അല്ല, ഒരു ടാ. ടുമോറോ, ടുഡേ, ടൗൺ. അപ്പോൾ ഇതുപോലെ ആ പ്രൊനൗൺസിയേഷൻ കൂടെ കറക്റ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. പ്രോനൗൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ നമുക്ക് ഡു യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഐ, യു, വി, ദേ, ഈ പ്രോനൗൺസിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡു യൂസ് ചെയ്യുക. ഈ ഒരു കാര്യം മറക്കില്ല കേട്ടോ. ഈ ഹി, ഷീ, ഇറ്റിന്റെ കൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഡു യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പകരം എന്തായിരിക്കും യൂസ് ചെയ്യുക? ഡസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഡസ് കവർ ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഡു. അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് ഡസ് എന്ന് പറയുന്ന ടോപ്പിക്കും തീർച്ചയായിട്ടും കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഒരു പ്രാക്ടീസ് നോക്കിയാലോ. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു സിറ്റുവേഷൻ തരും, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഡു വെച്ച് മാറ്റാം. ആൻഡ് ഐ വിൽ ഗിവ് യു
3 seconds ടൈം. 3 സെക്കൻഡ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനും ക്വസ്റ്റ്യനിലേക്ക് മാറ്റാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സിറ്റുവേഷൻസും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ, നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ? നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ? എങ്ങനെ ചോദിക്കുക? യെസ്, യു ആർ റൈറ്റ്. ഡു യു ലൈക്ക് മ്യൂസിക്? വളരെ ശരിയാണ് കേട്ടോ. ഡു യു ലൈക്ക് മ്യൂസിക്. ഇനി മറ്റൊരു സിറ്റുവേഷൻ ഞാൻ തരട്ടെ. അവര് കേരളത്തിലാണോ താമസിക്കുന്നത്? അവര് കേരളത്തിലാണോ താമസിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വെരി ഗുഡ്. ഡു ദേ ലിവ് ഇൻ കേരള? ഡു ദേ ലിവ് ഇൻ കേരള? വെരി നൈസ്. അപ്പൊ നമുക്ക് ഇനി ഒരു സിറ്റുവേഷൻ കൂടെ നോക്കിയാലോ. നീ എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇതെങ്ങനെയാ ചോദിക്കുക ചോദ്യമായിട്ട്? എക്സലന്റ്. ഡു യു എക്സസൈസ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡു വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻസ് വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുമൊക്കെ നിങ്ങൾ കോമൺലി റുട്ടീനായിട്ടും ഹാബിച്വലായിട്ടും അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇനി മലയാളത്തിൽ ചോദിക്കാതെ പതുക്കെ ഒന്ന് ഇംഗ്ലീഷിൽ ഡു വെച്ചൊന്ന് ചോദിച്ച് നോക്കിക്കേ. യു വിൽ സ്റ്റാർട്ട് ടു സീ ദ ഡിഫറൻസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.